വഖഫ് ഭേദഗതി ബില്ലിലെ KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. ബില്ല് ഒരു വിഭാഗത്തിനും എതിരല്ലെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിലെ എംപിമാർ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. KCBCയുടെ നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രംഗത്തെത്തി. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, നേരത്തെയുള്ള നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള നിർമ്മല സീതാരാമന്റെയും കിരൺ റിജിജുവിന്റെയും പ്രതികരണം, അതിന്റെ വിശദാംശങ്ങൾ. തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയുള്ള നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നു. അതിനൊപ്പം തന്നെ KCBCയുടെ ഈ നിലപാടിനെ കൂടി സ്വാഗതം ചെയ്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നത് കേരളത്തിലെ എല്ലാ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്നുള്ളത് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കരുത്, ബില്ല് ഒരു വിഭാഗത്തിനും എതിരല്ലെന്നും വിഷലിപ്തമായ ചിലർ തെറ്റായ പ്രചരണങ്ങൾ ഈ ബില്ലിന്റെ പേരിൽ നടത്തുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അത് ഇനിയും തുടരുമെന്നും പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നത് മുനമ്പത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്, അത് അവർ കൃത്യമായി പരിഹരിക്കുമെന്ന് തന്നെ താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ പറയുന്നത് ഈ നിലവിലെ വഖഫ് നിയമത്തിലെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഈ KCBC ആവശ്യപ്പെടുന്നത്. ഇത് ഇവരുടെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും വ്യക്തമാക്കിയിരിക്കുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.